ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു എന്നും മസ്ജിദുൻ നബവിയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് തൻ്റെ കൂടെ തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് റൗളാ ഷരീഫ് സിയാറത്ത് ചെയ്തിട്ട് അവിടുന്ന് പറയും, തൻ്റെ മകളെ മാറോട് ചേർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പായി ബഹുമാനപ്പെട്ട ഹസനുൽ അൻവർ തങ്ങൾ പറയും, എൻ്റെ മകളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനുൽ അൻവർ തങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് പറയുന്നു, അങ്ങയുടെ മകളെ എനിക്കും വലിയ ഇഷ്ടമാണ്. ഇതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പൂർണ്ണമായും മാറി മറിയുകയാണ്. അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടി വരുകയാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു ഇവരെക്കുറിച്ച് ഷാഫി ഇമാം പറയുന്നുണ്ട്, മാറായിത്തു അഹദൻ അഫ്ളല മിൻഹാ ഫിൽ ഇൽമി വൽ ഇബാദ, ഇൽമിലും ആരാധനയിലും മഹദിയേക്കാൾ മികച്ച ഒരാളെ, മഹദിയേക്കാൾ ശ്രേഷ്ഠമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഷാഫി ഇമാം പറയാറുണ്ടായിരുന്നു. ഷാഫി ഇമാമിനേക്കാൾ 5 വർഷം മൂത്തയാളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയയുമായി ദീനിയായ വിഷയങ്ങൾ പല തവണവുമായിട്ട് ചർച്ച ചെയ്തതായിട്ട് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദുർറുൽ മൻസൂർ എന്ന കിതാബിൽ ഇത് വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. മഹദിയെക്കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. ഇന്ന് മഹദി വഫാത്തായ ദിവസമാണ്. മഹദിയുടെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതിയാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഇതിനെ പെടുത്തട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.